ISROയിൽ നിന്നുള്ള വ്യാജ നിയമന ഉത്തരവ് നൽകി കോടികളുടെ തട്ടിപ്പ് നടത്തി തിരുവനന്തപുരം സ്വദേശിയായ യുവതി. പോത്തൻകോട് സ്വദേശിയായ റംസിക്കെതിരെയാണ് 2.5 കോടി തട്ടിയതായി പരാതി ഉയർന്നിരിക്കുന്നത്. തട്ടിപ്പിനിരയായത് തമിഴ്നാട്ടുകാരായ 35ഓളം യുവതി യുവാക്കളും രക്ഷിതാക്കളും. ISROയിൽ ജോലി ചെയ്യുന്നതായി വിശ്വസിപ്പിക്കാൻ വ്യാജ ID കാർഡും ഉണ്ടാക്കി. ജനം എക്സ്ക്ലൂസീവ്. நீங்கள் அரசாங்கம் இந்த இதில் தலையிட்டு எங்கள் உயிரையும் எங்களையும் காப்பாற்றணும். அதுக்கு நீங்கள் நல்லபடியாக ஒரு முடிவு செய்வீங்கன்னு சொல்லி நம்புகிறேன். ஒரு ராணுவ வீரனாக இருந்து எனக்கு இந்த மாதிரி ஒரு நிலைமை வரும்னு நான் நினைக்கவே இல்லை. തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്വദേശിയായ ബാലകൃഷ്ണന്റെ കണ്ണീരിന് പിന്നിൽ ആയുസ്സിൽ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം നഷ്ടമായതിന്റെ വേദനയാണ്. മകൾക്ക് നല്ലൊരു ജോലി തരപ്പെടുത്തണമെന്നായിരുന്നു ആഗ്രഹം. പണം നൽകിയാൽ ISROയിൽ ജോലി കിട്ടുമെന്നറിഞ്ഞ ബാലകൃഷ്ണൻ അതിനുള്ള ശ്രമങ്ങൾ നടത്തി. 2022 അവസാനത്തോടെ സുഹൃത്തു വഴിയാണ് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ റംസിയെ പരിചയപ്പെടുന്നത്. പണം നൽകിയാൽ ജോലി ലഭിക്കുമെന്നായി റംസി. ISROയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ജീവനക്കാരിയാണെന്ന് കാണിക്കാൻ ഒരു ID കാർഡും കാണിച്ചു. ആവശ്യപ്പെട്ട പ്രകാരം പലതവണയായി 49 ലക്ഷം രൂപയോളം റംസിക്ക് കൈമാറിയതായും ബാലകൃഷ്ണൻ പറയുന്നു. ஒரு 8 லட்ச ரூபா ரிட்டர்ன் பண்ணிக்கிறேன். நான் 49 லட்ச ரூபா கொடுத்தேன். அதில் 8 லட்ச ரூபா ரிட்டர்ன் பண்ணியிருக்கேன். ബാക്കി പൈസ என்ன பண்ணணும்னே தெரியல. റംസി നൽകിയ നിയമന ഉത്തരവുമായി മകളെയും കൂട്ടി തിരുവനന്തപുരത്തെ VSSCയിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊരു നിയമന ഉത്തരവ് സ്ഥാപനം നൽകിയിട്ടില്ലെന്നായിരുന്നു VSSCയിൽ നിന്ന് ലഭിച്ച മറുപടി. നിയമന ഉത്തരവും റംസിയുടെ ID കാർഡും ചെക്കുമെല്ലാം വ്യാജം. ബാലകൃഷ്ണന് പുറമെ തിരുനെൽവേലി സ്വദേശികളായ 35ലധികം ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരിൽ നിന്നുമായി ഏതാണ്ട് 2.5 കോടിയോളം രൂപയും റംസി തട്ടിയെടുത്തെന്നാണ് ആരോപണം. റംസിയുടെ അക്കൗണ്ടിലേക്ക് പലതവണയായി ആളുകൾ പണം കൈമാറിയതിന്റെ രേഖകളും ജനം TVക്ക് ലഭിച്ചു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.